അത് അഭിലാഷ് ഡേവിഡ്. അദ്ദേഹം അന്ന് റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അവിടുന്ന് അദ്ദേഹം ഗുണ്ട ആയിട്ടൊരു ബന്ധവും ഗുണ്ടയുടെ ഭാര്യയായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാനീ പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു, ഗുണ്ടയായിട്ടുള്ള ബന്ധം. അതിനുമുമ്പ് അദ്ദേഹം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന സമയത്ത് അവിടുത്തെ ഒരു പോക്സോ കേസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് പോക്സോ കേസിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അദ്ദേഹത്തിന് മറ്റ് 2 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ അഭിലാഷ് ഡേവിഡ് സർവീസിൽ കയറിയെന്ന് ഞാൻ കരുതിയേയില്ല. അഭിലാഷ് ഡേവിഡിനെ ഇപ്പോഴാണ് ഈ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് രംഗത്ത് വരുന്നത്. അയാളെ വഞ്ചിയൂർ CPM ലോക്കൽ കമ്മിറ്റിയിലെ അവിടെ ആഫീസിൽ കയറി ഇറങ്ങുന്ന ആളാണ്. നെയ്യാറ്റിൻകരയിലെ SI ആയിരുന്നു നേരത്തെ. അതിനുശേഷം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകാര്യത്തിൽ വന്നു. പിന്നീട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പം അവിടെ ശ്രീകാര്യത്ത് SHO ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു സസ്പെൻഷൻ വന്ന് നാഗരാജിൻ്റെ കമ്മീഷണർ കാലത്ത്. അതിനുശേഷം അത് റീഇനിഷ്യേറ്റ് ചെയ്ത ശേഷം പിന്നെ റെയിൽവേയിൽ വന്നു. റെയിൽവേ വന്നപ്പോഴാണ് ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം, അവിടെ ഒരു ഭാര്യ, അയാളുടെ ഗുണ്ടയുടെ ഒരു ഭാര്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷേ അദ്ദേഹം തിരിച്ച് സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിരിച്ചുവിട്ടതിനെതിരായിട്ട് ഒരു റൈറ്റ് ഉണ്ട് എംപ്ലോയിക്കിന്.